ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഞാൻ അതെന്താണെന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ എന്താ ഇങ്ങനെ വരുന്നതെന്ന് അറിയാവോ? അതായത് നമ്മുടെ ഫുൾ സ്ക്രീനിൽ നിൽക്കാണ്ട് ഇങ്ങനെ നമ്മൾ ഷോർട്സ് ഇടുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസും വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? വേറൊന്നുമല്ല, നമ്മൾ എന്തായാലും ഒരു ബ്ലോഗർ ആകാൻ തീരുമാനിച്ചു. നമ്മളെ യൂട്യൂബിലേക്ക് ഇൻകം ഏൺ ചെയ്യാനും നമ്മുടെ ഇപ്പോൾ ജോലിയൊക്കെ ആയാലും നമ്മൾ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അതുമൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ യൂട്യൂബിന്റെ പുറകെയാണ് ഇപ്പോൾ നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇപ്പോൾ നിങ്ങൾ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തന്നെയും നിങ്ങൾ മസ്റ്റായിട്ടും ഫോൺ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ ആദ്യം പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും അതിന് പറ്റിയ തംബ്ലൈൻ കൊടുത്തിട്ടായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ റെക്കമെൻഡേഷനിലേക്ക് പോയിട്ട് നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. വ്യൂസ് ഉണ്ടായാലേ സബ്സ്ക്രൈബേഴ്സും ഉണ്ടാകത്തുള്ളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിരുന്നത് പറയുമ്പോൾ ഇൻഷോട്ട് ആയിരുന്നു. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് കൈൻമാസ്റ്ററും പിന്നെ ഇൻഷോട്ട് എങ്ങനെ യൂസ് ചെയ്യാറില്ല, കൂടുതലും കൈമാസ്റ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൈമാസ്റ്റർ തന്നെ എടുക്കാം. കൈമാസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വീഡിയോ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാനും വോയിസ് കയറ്റാനും മ്യൂസിക് കയറ്റാനും എങ്ങനെ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ന്യൂ ബിഗിനേഴ്സിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ഇപ്പോൾ തന്നെ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും ലൈവായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. നിങ്ങൾ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് അതിന്റെ വീഡിയോ കാണുക. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് തൊട്ട് അതിൽ വോയിസ് കയറ്റുന്നത് മ്യൂസിക് കയറ്റുന്നത് അപ്ലോഡ് ചെയ്യുന്നത് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആകുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൈക്ക് വാങ്ങിച്ചത്. ഇപ്പം ഞാൻ മൈക്കിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ കൈമാസ്റ്റർ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഡൗൺലോഡ് ചെയ്യുന്നത് എവിടെ നിന്നാന്ന് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് കൈൻമാസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുക. കൈൻമാസ്റ്റർ കണ്ടോ, ഇതാണ് നമ്മുടെ കൈൻമാസ്റ്റർ ആപ്പ് വരുന്നത്. കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റർ എന്നാണ് ആപ്പിന്റെ പേര് വന്നിട്ട്. അതെന്തായാലും ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് അതിന്റെ ഇന്റർഫേസ് വരുന്നത്. ഇപ്പോൾ എന്റെ വീഡിയോ ഒക്കെ ആയാലും മമ്മിയുടെ വീഡിയോ ഒക്കെ ആയാലും ഞാനിപ്പോൾ കൈൻമാസ്റ്ററിലാണ് എഡിറ്റ് ചെയ്യുന്നത്. ലാപ്പിൽ എഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ ലാപ്പിൽ എഡിറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ കുഞ്ഞു വന്ന് ലാപ്പിന്റെ പുറത്ത് കയറിയിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോൾ ലാപ്പ് മാറ്റി വെച്ചിട്ട് ഫോണിൽ തന്നെയാണ് മാക്സിമം എഡിറ്റ് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു വീഡിയോ എടുക്കാം. അതിന് ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൈൻമാസ്റ്ററിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 16:9 വേറെ റേഷ്യോ ഒന്നും എടുക്കരുത്. നമ്മുടെ സൈസ് ഇതുപോലെ തെറ്റിപ്പോവും. ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചതുപോലെ തെറ്റിപ്പോവും, മാറിപ്പോവും. അപ്പൊ ബോറായിരിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാനായിട്ട്. അപ്പൊ 16:9 തന്നെ എടുക്കുക. ക്രിയേറ്റ് കൊടുക്കുക ഓപ്ഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വന്നു. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാല് മമ്മിയുടെ ഒരു വീഡിയോ ആണ്. അത് ഞാനിപ്പോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതാണ് വീഡിയോ വന്നിട്ട്. ഇതിപ്പോ ഇങ്ങനെ വീഡിയോ വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു പോർഷൻ വേണ്ട എങ്കിൽ ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം വേണ്ട സെറ്റിങ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമുക്ക് ഓൺ ആക്കാം. ഓക്കെ, അവിടെ നിന്ന് ഇവിടം വരെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെങ്കിൽ വീണ്ടും സ്പ്ലിറ്റ് കൊടുക്കുക. ഈ ഒരു പോർഷൻ എടുക്കുക, ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ആ ഒരു പോർഷൻ മാറിയിട്ട് 10ാമത്തെ അധ്യായമാണ് ബാക്കി അവിടെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ഇനി കുറച്ച് സൂം ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് അല്ലെങ്കിൽ ഈ പോർഷൻ നമുക്ക് ഫുള്ളായിട്ട് സൂം ചെയ്യണമെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക. പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനും സെയിം കൊടുക്കുക. അതിന് I=2 എന്ന് പറഞ്ഞ് നടുക്ക് അവിടെ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അത് സെയിം ആകും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സൂം ചെയ്യാം, സൂം ചെയ്ത് കാണിക്കാം. അതല്ല എങ്കിൽ എൻഡ് പൊസിഷൻ മാത്രം അല്ല, സ്റ്റാർട്ട് പൊസിഷൻ മാത്രമാണെങ്കിൽ ഇതാ ഇങ്ങനെ കൊടുക്കാം. കുറച്ച് വൈഡ് ആക്കി കൊടുക്കാം.
ഓക്കെ, നമ്മൾ ഇന്ന് കണ്ടോ? അപ്പൊ പതുക്കെ 10ാമത്തെ പോകുന്നുണ്ടോ? അധ്യായമാണ്. അത് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം, കുറച്ചുകൂടി സൂം ആക്കിയിട്ട്. ഓക്കെ, കണ്ടോളൂ. നമ്മൾ ഇന്ന് കണ്ടോ? 10ാമത്തെ അധ്യായമാണ്. ഇനി നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ആദ്യം ദൂരെ നിന്നിട്ട് പിന്നെ അടുത്തേക്ക് ആക്കണമെങ്കിൽ സെയിം എൻഡ് പൊസിഷൻ കൊടുക്കുക. ഓക്കെ, ആദ്യം തൊട്ട് ഒന്നുകൂടി ഓണാക്കാം. നമ്മൾ ഇന്ന് 10ാമത്തെ അധ്യായമാണ്. വചനവിരുന്നിലേക്ക് എല്ലാവരെയും സ്നേഹം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സൂം ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ഗോഡ് ബ്ലസ് യു എന്ന് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അത് വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിലായിട്ട് കൊടുക്കാം. ഇനി അതിനെന്തെങ്കിലും കളർ ചേഞ്ച് വേണമെങ്കിൽ ഇവിടെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ട്, നമുക്കിത് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി അതിൽ കളർ ചേഞ്ച് വേണമെങ്കിൽ ഓക്കെ കൊടുക്കുക. അതവിടെ മാറി ഗോഡ് ബ്ലസ് യു എന്നായി. ഇത് ഫുള്ളും കാണിക്കണമെങ്കിൽ ഇങ്ങനെ വരും. നമ്മൾ ഇന്ന് 10ാമത്തെ അധ്യായമാണ്. വചനവിരുന്നിലേക്ക് എല്ലാവരെയും സ്നേഹം. ഇനി നമുക്കിതിന് സ്റ്റിക്കർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റിക്കറിന്റെ ഓപ്ഷൻ ഉണ്ട്, അതായത് സബ്സ്ക്രൈബിന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും അങ്ങനെ എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും വീഡിയോ ഇതിന്റെ സൈഡിലായിട്ടോ മിഡിലായിട്ടോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ മീഡിയയുടെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ചേർക്കാവുന്നതാണ്. കണ്ടോ? നമുക്ക് ഇവിടെയോ ഇവിടെ വേണമെങ്കിലും വെച്ചു കൊടുക്കാം. അപ്പൊ അത് വരും. കണ്ടോ? നമ്മൾ ഇന്ന് 10ാമത്തെ അധ്യായമാണ്. വചനവിരുന്നിലേക്ക് ഓക്കെ, എല്ലാവരെയും. നിങ്ങൾക്കിപ്പോ എന്തായാലും ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? ഞാനിപ്പോ എന്തായാലും ഇത് ബാക്കി സ്പ്ലിറ്റ് ചെയ്ത് കളയാം, നമുക്ക് അത്ര അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് വോയിസ് കയറ്റണമെങ്കിൽ ഓൺ ആക്കുക, വോയിസ് സെറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ വോയിസും ആയിട്ടുണ്ട്, വോയിസ് സെറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് 10ാമത്തെ ഇനി നമുക്ക് എക്സ്ട്രാ മ്യൂസിക് ആഡ് ആക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് മ്യൂസിക് ഉണ്ട്. അതല്ലാണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച മ്യൂസിക് ആണെങ്കിൽ ഇവിടെ സെർച്ച് കൊടുക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക് ആണ്. ഇതിപ്പോ ഇതിലെന്താ കിടക്കുന്നത് നോക്കട്ടെ. ഇതൊരു സോങ്ങിന്റെ കേട്ടോ. നമുക്ക് എന്തായാലും ഈ സോങ് വേണ്ട, അത് ഇതുമായിട്ട് മാച്ച് ആകുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഞാൻ വേറൊരു മ്യൂസിക് വേണമെങ്കിൽ ആഡ് ആക്കാം. ഓക്കെ, ഈ മ്യൂസിക് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. നമുക്കിത് ഇത്രയും മതിയെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യുക, ബാലൻസ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇനി നമുക്ക് എഫക്റ്റ് വല്ലതും കൊടുക്കണമെങ്കിൽ ഇവിടെ എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ഇഷ്ടമുള്ള നോക്കി സെലക്ട് ചെയ്യാം. ഈ ക്യൂവിന്റെ കിരീടത്തിന്റെ എടുക്കണ്ട കേട്ടോ, അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആ കേട്ടോ. ഇതിൽ ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്കത് ആഡ് ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ.
സിമ്പിളാണ് കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഇത്ര എഡിറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ നോർമലി എന്തെങ്കിലും വീഡിയോ ഇട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ നമ്മളത് റീടേക്ക് എടുക്കും. ആ മിസ്റ്റേക്ക് വന്ന പോർഷൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ മ്യൂസിക് ഇടും. മ്യൂസിക് ഇടില്ല എങ്കിൽ നമുക്ക് ഓൺ വോയിസ് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ആപ്പിലാണ് ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇവിടുത്തെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ കൈൻ മാസ്റ്ററിന്റെ വാട്ടർ മാർക്ക് കിടപ്പുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്യണ്ടേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചു കഴിഞ്ഞ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത റേഷ്യോ എടുക്കുക. 2.35 റേഷ്യോ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇനി അത് ഓപ്പൺ ചെയ്യുക. അഡ്വർടൈസ്മെന്റ് കണ്ടോ, ഇപ്പൊ കൈൻ മാസ്റ്ററിന്റെ കുറച്ച് ഭാഗം മാറിയത് കണ്ടോ. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിപ്പോ കുറച്ച് ഭാഗം പുറത്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കുക, അല്ലെങ്കിൽ പകുതി മാത്രമേ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കാണത്തുള്ളൂ. ഇനി നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ റെസൊല്യൂഷനും ഫ്രെയിം റേറ്റ് ഒക്കെ യൂട്യൂബിൻ്റെത് 180pയും 60യും ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ സേവ് ആസ് വീഡിയോ കൊടുക്കുക. സ്കിപ്പ് കൊടുക്കുക. ഡൗൺലോഡായി. ഇനി നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ആയി കിട്ടുന്ന വീഡിയോ നമ്മുടെ ഗാലറിയിൽ പോയി കിടക്കും. അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന 2 സൈഡിലും വന്നിരിക്കുന്ന കൈൻ മാസ്റ്ററിന്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണ്ടേ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അത് നമ്മുടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും ഗാലറിയിൽ. അവിടെ പോയിട്ട് ക്രോപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്ക് ആ കൈൻ മാസ്റ്ററിന്റെ ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഡൗൺലോഡ് ആക്കി എടുക്കാൻ പറ്റും. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നോർമലി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കും, റീടേക്ക് എടുക്കും. നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ ആ റീടേക്കിന്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാം. നമുക്ക് അതെങ്ങനെയെങ്കിലും റിമൂവ് ആക്കി കളയണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീഡിയോ എടുക്കേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുക. പിന്നെ വോയിസ് കയറ്റുക. എന്തെങ്കിലും അഡീഷണൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് കാണിക്കുക. നമ്മൾ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്തെങ്കിലും ഫിൽറ്ററോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ എഡിറ്റിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കൈൻ മാസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് സാധാരണക്കാർക്ക്, ഇപ്പം നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ, നമ്മൾ യൂട്യൂബ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കൈൻ മാസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് 10 കൂടി പോയി 10 മിനിറ്റ് തന്നെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ അധികം നേരമൊന്നും ആകുന്നില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അധികം MB ആകത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ കുറച്ച് MB മാത്രമേ ഇതിന് മതിയാവും. അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് സംഭവം കൈ കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ ഒക്കെ സെറ്റായി എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ, തംബ്നെയിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തംബ്നെയിൻ്റെ ആപ്പ് പെട്ടെന്ന് ചെയ്യാനായിട്ട് എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടേക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതിയാവും. ഞാൻ അതനുസരിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കിപ്പോൾ ഡെയിലി 100-150 സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. അതനുസരിച്ച് വാച്ച് അവറും കൂടുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ നിങ്ങൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിലൊക്കെ കൊടുത്ത് പെട്ടെന്ന് തന്നെ വൈറലാകാൻ നോക്കുക. മാത്രമല്ല നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്നായിരിക്കും നല്ല കളർഫുൾ ആയിട്ടുള്ള തംബ്നെയിൽ കാണുമ്പോൾ നമ്മൾ അതിലൊന്ന് കയറി ക്ലിക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ തംബ്നെയിലും വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ന്യൂ ബിഗിനേഴ്സിന് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് കൂടി പറഞ്ഞേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.